ഗുണ്ടായിസം. കേൾക്കണം ജനങ്ങളെ, വേദന കൊണ്ട് ഞങ്ങൾ ഇത് പറയാ. ഗുണ്ടായിസം ആർക്കാന്ന് കാണിച്ചതാ പറയാ. ഗുണ്ടായിസം കേൾക്കണം ജനങ്ങളെ, വേദന കൊണ്ട് പറയാണ്. ആർക്കാർ ഗുണ്ടായിസം വെക്കട്ടെ, ക്ലിപ്പ് വെക്കട്ടെ. ആ ക്ലിപ്പ് വെട്ടെ, ഞാൻ പറഞ്ഞതാ. അതുകൂടി കാണി. എന്നിട്ട് ആർക്കാർ ഗുണ്ടായിസല്ലെന്നും എന്താണ് വ്യവസ്ഥ പറഞ്ഞെന്നും അതിനെ കൂട്ടിമാറ്റുണ്ടോ, അതിനേക്കാൾ ഇവർ ഗുണ്ടായിസം പറഞ്ഞതാരാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു. ഇപ്പം വെക്കട്ടെ, ജോക്ക് ഇപ്പൊ വെക്കലോ. ഞങ്ങളെ മശായിഖന്മാർക്കെതിരെ നടത്തിയ ഗൂഢാലോചന എന്താ? ഇതൊരു ഇന്ത്യ രാജ്യല്ലേ സഹോദരങ്ങളെ. അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം നടത്താനും ഇവിടെ സ്വാതന്ത്ര്യമല്ലേ? ശൈഖുനയുടെ ഉന്നതി പറഞ്ഞ് നമ്മുടെ വന്യരായ ശൈഖുന രംഗത്ത് വന്നപ്പോ ശൈഖുനക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. മാഹിക്കാരനായ വളർത്തുപുത്രനോട് പേരോട്ടുകാരനായ ഗുണ്ടാ തലവൻ നടത്തുന്ന വധശ്രമത്തിനുള്ള ഗൂഢാലോചന പുറത്തു വന്നിരിക്കുന്നു. കേട്ടുനോക്കൂ നിങ്ങൾ. സംഗതി ശരിയായി. ഈ ആകെന്ന് വെച്ചിട്ട് പൊന്മ പറയുമ്പോൾ ഞാൻ പറയാന്, ഞാൻ അയാളെ പറ്റി പഠിച്ചിട്ട് പരമാവധി നല്ല സനത് സൈതുള്ള തെളിവുകൾ കയ്യിലാക്കിയിട്ട് അടിച്ച കൊന്നാളാണ്. ചുട്ടി വിടാനല്ല, പൊന്മക്ക് പറ്റിയ അടിയാ. പൊന്മ ചുട്ടി വിട്ടറിഞ്ഞ് കണ്ടോങ്ങള്. നമ്മളെ ശൈഖുനാനെ ഉദ്ധരിച്ചിട്ട് പറയാ, ഹാഫിദിനെ കുറിച്ച് പൊന്മള പറയുന്നത് പോലെ ഞാൻ പറയാത്ത എന്താ? ഞാന് അയാളെപ്പറ്റി പഠിച്ചിട്ട് പരമാവധി നല്ല സനത് സഹിതമുള്ള തെളിവുകൾ കയ്യിലാക്കിയിട്ട് അടിച്ചങ്ങോട്ട് കൊന്നാളാ. എന്നിട്ട് വരിങ്ങള് കയ്യും കഴുകിയിട്ട് ഓനെ കൂട്ടിമാറ്റാൻ പരമാവധി തെളിവുകൾ കയ്യിലാക്കിയിട്ട് അടിച്ചു കൊന്നുകളയാൻ ആദർശപരമായിട്ടാണ് ഇല്ലാതാക്കുക. ആദർശത്തെ അങ്ങോട്ട് നശിപ്പിക്കാനാണ് അർത്ഥമുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ പരമാവധി ആയുധം കൈക്കലാക്കിയിട്ട് പറയണ്ടേ മോന്റെ തെളിവുകൾ കണ്ടാ? തെളിവുകൾ കൊണ്ട് അടിച്ചു വരുന്നത് അപ്പൊ തന്നെ മനസ്സിലായി. തെളിവുകൾ ശേഖരിച്ചിട്ട് അയാളെ ആദർശത്തെ അടിച്ചാണ്ട് ഇല്ലാതാക്കുക എന്നാ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാതെ ഉണ്ടായിച്ചല്ല. നീ കണ്ടോ, എനിക്കിത് പറയാൻ അധികാരമുള്ളത്. ഇത് ഞങ്ങളെ മൊത്തം ശരിയാക്കാൻ പറഞ്ഞ ആളാ. അതാ ഞാൻ മനസ്സിലായി. എനിക്കിത് എന്ത് പറയാൻ അധികാരമുള്ളത്? ഇതിന് ഇങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഞാൻ ക്ലിപ്പുണ്ട്, അതിന് ചെങ്ങനെ അർത്ഥം വെക്കും പറയണം മറുപടി. മനസ്സിലായോ? ഈ ക്ലിപ്പ് ഇട്ട് പോവാ, ഞാൻ ഈ ക്ലിപ്പ് കൊടുക്കാം, എന്നിട്ട് പോവാ. എനിക്ക് കേസ് കൊടുക്കാൻ കേസ് കൊടുക്കുക, അടിച്ചു വല്ലെന്ന് പറയുന്നത് കേസ് കൊടുക്കുക. ഞങ്ങളെ മൊത്തം കീറി മുറിക്കണം, വെട്ടി മുറുക്കിയിട്ട് കൊടലടക്കം പുറത്തെടുക്കണം പ്രസംഗിച്ചാൽ ചെയ്യും. എനിക്ക് നിഷേധിക്കാൻ കഴിയോ? ആ ക്ലിപ്പ് കണ്ടോളി. വേറെ ഉസ്താദ് അടിച്ചു കൊല്ലെന്ന് പറഞ്ഞു, ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉസ്താദ് ഒരിക്കലും വരില്ല. ഉസ്താദ് അമ്മക്ക് പറയാനല്ലോ ആ ശരി. ആദർശപരമായിട്ട് അയാളെ കട്ടി ഇല്ലാതാക്കണം, അയാളെ ആദർശത്തെ കട്ടി അടിച്ച് നശിപ്പിക്കണം, പരമാവധി തെളിവുകൾ ശേഖരിച്ച് എന്നാ ഉസ്താദ് പറഞ്ഞുള്ളൂ. അത് നേരത്തെ എന്താക്കി അയാൾ അടിച്ചു കൊല്ലെന്ന് പറഞ്ഞത് ഉണ്ടായിസാണ്. എന്നാ ഏറ്റവും വലിയ ഉണ്ടായിസം പറഞ്ഞോളി ഈ മോയന്റെ. എനിക്കൊക്കെ പറയാൻ അധികാരമുള്ളത് ജി അതിന് പഠിച്ച് പ്രസംഗിച്ചിരിക്കാൻ പരസ്യറ്റ്. ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തിക്കിടത്തി അണ്ണാക്ക് മുതൽ അണ്ടർഗ്രൗണ്ട് വരെ പൊളിച്ച് നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ കള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട അവരുടെ അടിമകളായ ഞങ്ങൾ ഈ ഖുവാനികൾ ഇറങ്ങിയിട്ടുള്ളത്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് എന്നാ ഉസ്താദ് പറഞ്ഞുള്ളൂ. അത് നേരത്തെ എന്താക്കി അയാൾ അടിച്ചു കൊല്ലെന്ന് പറഞ്ഞത് ഉണ്ടായിസാണ്. എന്നാ ഏറ്റവും വലിയ ഉണ്ടായിസം പറഞ്ഞോളി ഈ മോയന്റെ. എനിക്കൊക്കെ പറയാൻ അധികാരമുള്ളത് ജി അതിന് പഠിച്ച് പ്രസംഗിച്ചിരിക്കാൻ പരസ്യറ്റ്. ഓൻ പറഞ്ഞത് കേട്ടില്ലേ? കേരള ഉസ്താദ് പറഞ്ഞത് ഉണ്ടായിസാണെങ്കിൽ അതിന് വലിയ ഉണ്ടായിച്ചില്ലേ? എങ്ങനെ നിങ്ങളെ മലർത്തി കിടക്കി നിങ്ങൾ അണ്ണാക്ക് തൊട്ട് അണ്ടർകൊണ്ട് വരെ കീറി പിടിച്ച് കുടല് പുറത്തിട്ട് ഓ ഏറ്റവും വലിയ തീവ്രവാദം ഉണ്ടായിസ് എന്താണോ ഇത് പ്രസംഗിക്കുന്നില്ലേ? അത്ര അത് ആദർശപരമായിട്ട് ആദർശത്തെ അടിച്ചില്ലാതാക്കാൻ പറഞ്ഞ അതിനകത്തുള്ളൂ. ഇയാളെ ചേർക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് കുടലിൽ കീറാണ്ട് വാറ്റ് എന്നെ പൂതിയിലൊക്കെ വെച്ചു. മനസ്സിലാക്കിക്കോ, കുടലിൽ കീറാൻ പറ്റാന് കുടൽ വസ്ത്രാണ്. അങ്ങനത്തെ ചങ്കൂട്ടിട്ടുണ്ട് വേടാ. ആരൊക്കെ പൊട്ടിയുള്ളേ? അണ്ണാക്ക് പൊളിച്ച് അണ്ടർകൊണ്ട് അടക്കം പൊളിച്ച് കുടൽ വസ്ത്രം പറ്റി ആൺകുട്ടി കൂട്ടിലാരല്ലേ? ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തിക്കിടത്തി അണ്ണാക്ക് മുതൽ അണ്ടർഗ്രൗണ്ട് വരെ പൊളിച്ച് നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹം പൂതിയിലൊക്കെ വെച്ചു. മനസ്സിലാക്കിക്കോ, കുടലിൽ കീറാൻ പറ്റാന് കുടൽ വസ്ത്രാണ്. അങ്ങനത്തെ ചങ്കൂട്ടിട്ടുണ്ട് വേടാ. ആരൊക്കെ പൊട്ടിയുള്ളേ? അണ്ണാക്ക് പൊളിച്ച് അണ്ടർകൊണ്ട് അടക്കം പൊളിച്ച് കുടൽ വസ്ത്രം പറ്റി ആൺകുട്ടി കൂട്ടിലാരല്ലേ? ഈ ജാതി തീവ്രവാദം പറഞ്ഞ പറയാം കേരളസ്ഥാനം ചോദ്യം ചെയ്യണ്ടേ? നീ ഒന്നുകൂടെ പറയണ്ടേ? എന്നിട്ട് അതേമാതിരി ഒന്നും ഞാൻ പഠിപ്പിച്ചതാ. നിങ്ങൾ കേട്ടോക്കി അർത്ഥം വെച്ച വഴിക്ക് നമുക്ക് ചൂടെ കുറച്ച് ബുദ്ധിമാണേ കഴിയും. ബുദ്ധി വേണം. എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാൻ ബുദ്ധി വേണം. എന്റെ സുഹൃത്തിനെ അടിച്ചു വരാൻ പറയാൻ പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പരമാവധി തെളിവുകൾ സ്വീകരിച്ച് അടിച്ചാൽ കൊണ്ടുവരാൻ ആദർശത്തെ അടിച്ചാൽ ഇല്ലാതാക്കുക എന്നാ പറഞ്ഞത്. മനസ്സിലായോ അതിന്റെ? അല്ലെങ്കിൽ ഞങ്ങളെ പറ്റി പറഞ്ഞോ പരമാവധി ഞങ്ങളെ നടത്തി കിടത്തി അണ്ണാക്കി കീറി പിന്നെ മൊത്തം കീറി കുടൽ വലിച്ചിട്ട്
അതോ അതെങ്ങനെയുണ്ട്? അത് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ മാതിരിയാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അടിക്കാൻ പോകുന്നത് ഇപ്പൊ വന്ന ചേച്ചന അടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ അടിച്ചാൽ മതി വടി ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ പറയണ്ടേ? അതെ നോക്കി നമ്മൾ അടിച്ചാൽ മതി വടി ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ. വടിക്ക് പോയിക്കുക നമ്മൾ അടിച്ചാൽ മതി ഇങ്ങോട്ട് വാച്ച് വരയിട്ട് കൂടുതൽ വ്യക്തി വരും. വടി ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ പറയണ്ടേ? അതെ നോക്കി നമ്മൾ അടിച്ചാൽ മതി വടി ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ. വടിക്ക് പോയിക്കുക നമ്മൾ അടിച്ചാൽ മതി ഇങ്ങോട്ട് വാച്ച് വരയിട്ട് കൂടുതൽ വ്യക്തി വരും. കോടല് പോയിട്ട് രോമം പറിക്കാൻ വിലക്കുണ്ടാവും. കോടല് വലിച്ചിടണല്ലോ അവന്. അല്ലാത്ത ജാതി എന്തോ പള്ളേല് കേറിയിട്ടുണ്ട്, അതിന്റെ എഫക്റ്റാണ്. ഓർക്കുന്നത് നല്ലതാ, നിങ്ങൾക്ക് അടി കിട്ടിയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഓർമ്മ നല്ലതാണ്. അത് കണ്ടോ? നിങ്ങൾക്ക് അടി കിട്ടിയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടുള്ളൂ. നമ്മൾ അടിച്ചാൽ മതി വടിക്ക് പോയിക്കോ ഒരു വാച്ച് വരയിട്ട് ഇങ്ങോട്ട് വാ. അങ്ങനത്തെ അസുഖമാണ് വാടാ വടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഏത് അർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ ചേ പൊന്നമ്മ എന്താ ഇതൊക്കെ എന്ത് നീ പറഞ്ഞാ ചേ ഇവിടെ എന്താ ഉദ്ദേശിച്ചേ? അത് പറയണോ? ഇത് തീവ്രവാദമല്ലേ? ഇത് തീവ്രവാദം ഏതൊരു തീവ്രവാദം? ഞങ്ങൾ അടിച്ചാൽ മതി വടിക്ക് പോയിട്ടുള്ളൂ. വടി വെട്ടാൻ ഞങ്ങൾ അടിച്ചു മതി പറഞ്ഞേ. ഇത് തീവ്രവാദം അല്ലെങ്കിൽ എന്താണോ? ഇതിന്റെ അർത്ഥം പറയും. ഇതിന്റെ അർത്ഥം പറയുമ്പോൾ ദേവസ്വം പറഞ്ഞ അർത്ഥം മനസ്സിലാവും. മോയന്റെ കേട്ടോ എന്നെ മോയന്റെ അർത്ഥം വിളിച്ചാലും മതിയാവില്ല. കാരണം രാത്രി ഞങ്ങൾ ഉസ്താമാരെ വിളിച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട് മോനെ കാണിച്ചതാ. ഇവരൊന്നും പേര് തന്നെ വിളിക്കാൻ പാടില്ല, മോയന്റെ തന്നെ വിളിക്കണം. ഇപ്പൊ വിളിക്കാനായിട്ട് പോയി നമ്മൾ ഉസ്താമാര നമ്മളെ അസീസ കാഫിനും നമ്മളെ കുട്ടികളെ സാരി ഉണ്ടല്ലോ, ആ സാരിസ്ഥാനും വിളിക്കാൻ ഇതല്ലോ. ഞാൻ ഈ വിളിച്ച പദം ഞാൻ അങ്ങോട്ട് വിളിച്ച മാത്രമാണ് വിളിച്ചുള്ളൂ. വിളിക്കണ്ടേ? പിന്നെ നമ്മൾ തേനമാനെ വിളിക്കണ്ടി ഈ മോയന്തിനാ. എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് രണ്ട് മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ആ ചക്കിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. ഞാൻ ഈ മോയന്തിനെ വെറുതെ മോയന്തെ വിളിച്ചല്ലോ കേട്ടോ. കാരണം നമ്മളെ വാളക്കുളം അസീസ കാഫിനെ പറ്റി നമ്മളെ കുട്ടികളെ സജീസ്ഥാനെ പറ്റിയാണ് മോന് രണ്ട് മോയന്താന്ന് പറഞ്ഞത്. പിന്നെ മോയന്തിനെ അവൻ എന്താ വിളിക്കണ്ടി ഈ മോയന്തിനാ? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതിന്റെ തെളിവുണ്ടാവും. എന്ത് ഞാൻ ഈ വട്ടൂരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് കേൾക്കുന്നുണ്ടോ? അതിന്റെ ക്ലിപ്പൊക്കെ ഇതേമായി എന്റെ കയ്യിലുണ്ട്. അല്ലാത്ത ഞാൻ വിളിക്കൂല, എന്നിട്ട് വിളിച്ചേ മാത്രമേ വിളിക്കുള്ളൂ. അത് ജസാഉ സയ്യത്തും മിസ്ലുഹാ അങ്ങനെ വേണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് നിങ്ങളെ വിളിക്കില്ല. ഇപ്പോൾ നിരന്തരം അങ്ങനത്തെ പ്രയോഗം, ഇത് മാത്രമല്ല പല പ്രയോഗങ്ങളും. അപ്പൊ അതേ പ്രയോഗം വെച്ചിട്ടേക്ക് നമ്മൾ ഓരോ അഭിസംബോധന ചെയ്യില്ല. അല്ല ഇവനെ കേനെ മാനെ വിളിച്ചാൽ പറ്റുമോ? ഈ മന്ദിനാ പറ്റൂല. മനസ്സിലായോ? തലീക്കട്ട് കെട്ടിയാണ് എന്ത് തോന്നിയാസം വിളിച്ചാ ത്വരീക്കത്താണല്ലോ. എന്ത് ത്വരീക്കത്ത്? ഒരു മറ്റേ മന്ദിണ്ടല്ലോ, വേറെ മന്ദി 15 വന്നുകാണ്ട് നമ്മൾ പറയുമ്പോൾ ചീത്ത പറലൊക്കെ നിർത്തണം. ഇതൊക്കെ ആദ്യം നിർത്തറോ? എത്ര ഉണ്ട്? 1, 2, 3 അല്ല. ഇതൊക്കെ നിർത്തിച്ചിട്ട് വാ, എന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാറ് വാ. അപ്പൊ ഞങ്ങൾ നിർത്തും. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടിക്കുക. അത് വേറെ ആളെ കൊണ്ടുവരും. പിന്നെ വടി വെട്ടാൻ പോയിട്ടുള്ളവരല്ലോ. വടി വെട്ടാൻ പോയത് എന്തിനാ? നമ്മൾ അടിച്ച് കൊല്ലാൻ വേണ്ടി. ഞാൻ പറഞ്ഞ അർത്ഥം വെക്കണ്ടേ? നമ്മളെ ഓരോരുത്തരും അടിച്ച് കൊല്ലാൻ വേണ്ടി വടി വെട്ടാൻ പോയിട്ടുള്ളല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇനി എവിടെ അടി കിട്ടാൻ പറയാൻ പറ്റില്ല. കിട്ടാണെങ്കിൽ തിരിച്ച് 4 കൊടുത്തോളൂ. ഒരു പേടി വെച്ചണ്ട. എങ്ങനെ അടിച്ചാണെങ്കിലേ വടിയിട്ട് അടിച്ചാണെങ്കിൽ 4 കൊടുത്തും ചെയ്തോളി. ഇവിടെ ഏറ്റവും വരണ്ട. ഓൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓൻ വ്യവസായം പറഞ്ഞത് വെച്ചേ. എന്നിട്ട് അതിന് ബദലായിട്ട് നമ്മൾ അടിച്ചാൽ വേണ്ടി വടിക്ക് പോയിട്ടുള്ളൂ. വലിയ കുണ്ടമ്പടിക്കാരം ഇപ്പോൾ ഒറ്റടിക്കാരൊക്കെ പണി വടിക്കാരം ആയിട്ട് നിർദ്ദരം അടിച്ച ആൾ വടിയില്ലേ? അപ്പൊ നമ്മളെല്ലാവരും അടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞാ വ്യവസായ പോലെ ശേഖരം അടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു വാജ് വന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. വണ്ടി സ്ഥലത്ത് പുല്ല് വെക്കില്ല. പിന്നെ